ഇപ്പോൾ മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ഈ തിരുവനന്തപുരത്തെ മന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് ഔദ്യോഗിക വസതിക്ക് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. ജിബിൻ JB തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. ഗേറ്റ് തള്ളി തുറക്കാനും ഈ യൂത്ത് കോൺഗ്രസുകാർ ശ്രമിക്കുന്നു. കാരണം അവർക്ക് വീണ് കിട്ടിയ വലിയൊരു അവസരമാണ് ഈ ആരോഗ്യരംഗത്തുണ്ടായ ചില പ്രശ്നങ്ങൾ. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യൂത്ത് കോൺഗ്രസ് ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതയായി ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് തള്ളിക്കയറുന്നതിൻ്റെ ദൃശ്യമാണ് എനിക്ക് തോന്നുന്നത്. മന്ത്രിമന്ദിരത്തിൽ ആവശ്യമായ സുരക്ഷയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരേ ഒരാൾ മാത്രമാണ് ഇത്രയധികം ആളുകളെ തടഞ്ഞു നിർത്തുന്നത്. അങ്ങനെ അത്യന്തം ആപൽക്കരമായ കാഴ്ചയിലാണ് സെക്യൂരിറ്റി നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പോലീസുകാരന് മാത്രം ഇത്രയധികം ആളുകളെ ചെറുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ജിബിൻ JB നമുക്കപ്പം ചെയ്തു. ജിബിൻ, ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പറയൂ. അത് തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ ഈ പ്രതിഷേധക്കാർ നമ്മൾ മനസ്സിലാക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് തിരുവനന്തപുരത്ത് ഈ പ്രതിഷേധം നടക്കുന്നത്. കാരണം വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയധികം പ്രതിഷേധങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ആവശ്യത്തിന് പോലീസ് സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ ജിബിൻ JB ചെല്ലും. ജിബിൻ, യഥാർത്ഥത്തിൽ എല്ലാം കൂടെ ജിബിൻ എത്ര ആളുകൾ ഉണ്ടാകും? പ്രതിഷേധക്കാരെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ്, അതായത് ഗേറ്റിന് കാവലുണ്ടായിരുന്ന പോലീസുകാരെ വകയിൽ മാറ്റിക്കൊണ്ട് പ്രതിഷേധക്കാർ ഇപ്പോൾ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയുടെ വാതിലിന് മുന്നിൽ റീത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ആരോഗ്യ വകുപ്പ് എന്ന് എഴുതിക്കൊണ്ട് ഒരു റീത്ത് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയുടെ വീടിന്റെ പ്രധാന വാതിലിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീടിന് മുന്നിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തകർ ഈ റീത്ത് സ്ഥാപിച്ചതിനു ശേഷം പ്രവർത്തകർ ഇപ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്ഥാപിച്ച റീത്ത് ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട്, ഈ ഗേറ്റിന് മുന്നിൽ കാവലുണ്ടായിരുന്ന പോലീസ് ഇടപെട്ടുകൊണ്ട് ആ റീത്ത് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അതായത് സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു സുരക്ഷാ വീഴ്ച കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കാക്കിക്കൊണ്ട് കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കുകയോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും പ്രതിഷേധക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഈ വാതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ കാവലെ ഒരു പോലീസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഗേറ്റ് കാണുന്നത് പോലെ തന്നെ പൊളിച്ചുകൊണ്ട് പൂട്ടിട്ടിരുന്ന ലോക്ക് ബിൽഡ് ചെയ്തിരുന്ന ആ ബിൽഡിംഗ് പൂർണ്ണമായി ഇളക്കിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ തള്ളിക്കൊണ്ട് ഈ വീട്ടിന്റെ അകത്തേക്ക് കയറിയത്. എന്തായാലും പ്രതിഷേധക്കാർ അകത്തേക്ക് കയറിയ പ്രതിഷേധക്കാർ വീടിന് മുന്നിലെ പ്രധാന കവാടം വരെ, പ്രധാന വാതിലിന് മുന്നിൽ വരെ എത്തി. വാതിലാണ് ആരോഗ്യ വകുപ്പ് എന്ന് എഴുതിക്കൊണ്ട് ഒരു റീത്ത് പോലും സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഈ കമ്മീഷണർ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് മന്ത്രി വീണ ജോർജിന്റെ വീട്ടിൽ നിന്ന് 50 മീറ്റർ പോലും ഇല്ല കമ്മീഷണറുടെ ഓഫീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു പ്രതിഷേധം എത്തി വീണ ജോർജിന്റെ വീടിന്റെ അകത്തേക്ക് കയറിക്കൊണ്ട് ഈ റീത്ത് പോലും സ്ഥാപിച്ചിട്ട് കൂടുതൽ പോലീസ് ഇതുവരെയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വീടിന് സുരക്ഷാ കാവലുണ്ടായിരുന്നത് ഈ കാണുന്നത് പോലെ 2 പോലീസുകാർ മാത്രമാണ് ഈ വീട്ടിന് കാവലായി ഉണ്ടായിരുന്നത്. അവർക്ക് നേരിടാൻ പറ്റുന്നതിലും അധികമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയുന്നത്. ഈ കാണുന്നത് പോലെ ഏകദേശം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.